അബൂജഹലിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നല്ല ആളാന്ന് അഭിപ്രായം ഇല്ല. വിഷയം ശരിയാണ്. അള്ളാഹു തആല കൊന്നെന്നെയാണ്. ദ്വാരക്കൽ അള്ളാഹിനോട് തന്നെയാണ് നല്ലത്. കാബൻ്റെ ഉടമസ്ഥനാണ്. കാബ സംരക്ഷിക്കാൻ അള്ളാഹ് തന്നെയാണ് ഉള്ളത് എന്നൊക്കെ അബൂജഹലിന് അഭിപ്രായം ഉണ്ടായിരുന്നു. അതേസമയത്ത് ഈ നാട്ടിലിപ്പോൾ ഒരു നബി വരികയാണെങ്കിൽ അതാ യത്തീംകുട്ടി ആകണതൊന്നും ശരിയാവില്ല, എന്നെപ്പോലത്തെ ആരെങ്കിലുമൊക്കെയാണ് ആവേണ്ടത്. അപ്പോൾ ആള് ശരിയല്ല, വിഷയം ശരിയാണ് എന്ന അഭിപ്രായമാണ് അബൂജഹലിനുണ്ടായിരുന്നത്. രണ്ടാമത് അബൂ സുഫിയാൻ ഹിർക്കൽ രാജാവിൻ്റെ, ഫലസ്തീൻ ഭരിച്ചിരുന്ന രാജാവിൻ്റെ രാജസിംഹാസനത്തിൽ രാജകൊട്ടാരത്തിൽ ചെന്നപ്പോൾ ചോദിച്ചു, മുഹമ്മദ് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ പറഞ്ഞ ആളൊന്നും കുഴപ്പമില്ല. ഇതുവരെ നുണ എന്തേലും പറഞ്ഞിട്ടുണ്ടോ ചോദിച്ചു. ഇതുവരെ നുണയൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ ഓൻ്റെ കാട്ടിക്കൂട്ടലൊക്കെ കണ്ടാൽ ഇനി പറയുമോയെന്നറിയില്ല എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ആളൊന്നും കുഴപ്പമില്ല, വിഷയം ശരിയല്ല എന്നുള്ളതാണ് മൂപ്പര്. ഇത് രണ്ടും ഉണ്ടാവും. സംഗതി നമുക്ക് വേണ്ടത് ആളും ശരിയാണ്, വിഷയവും ശരിയാണ് എന്ന ഒരു ബോധമാണ് മാനേജ്മെൻറ്റിനെ കുറിച്ച് രക്ഷിതാക്കൾ എന്ന നിലയിൽ ഉണ്ട്. നമ്മളെന്തേ സെക്രട്ടറി ആവാഞ്ഞത്, ആകാൻ പറ്റാത്തതുകൊണ്ട്. നമ്മളെ പ്രസിഡൻ്റ് ആയാലും വേറെ ആളുള്ള എന്ത് അയാളെ പറ്റിയതുകൊണ്ട് നമ്മളെ പറ്റാത്തതുകൊണ്ടും, അതുകൊണ്ട് ഇനി അയാൾ പറയണത് കേൾക്കുക, അയാൾ പറയണത് അനുസരിക്കുക, അങ്ങനെ നേതൃത്വത്തെ അനുസരിക്കുക എന്ന ഒരു തരത്തിലേക്ക് രക്ഷിതാവ് എന്നുള്ള നിലയിൽ നമ്മൾ മാറിയെങ്കിൽ മാത്രമേ സമൂഹത്തിന് പുരോഗതി ഉണ്ടാക്കാൻ വേണ്ടി കഴിയുള്ളൂ. പിന്നെ മുസാഫിൻ്റെ നടുക്കണ്ടം വെട്ടിയെടുത്തുങ്ങാണ്ട് പ്രസിഡൻറ്റും സെക്രട്ടറി ആക്കൊന്നുമില്ല. ഉള്ളയിൽ പറ്റിയതിനെ പിടിച്ചിട്ടേ ഇന്നത്തെ കാലത്ത് എന്തായാലും ഉണ്ടാവുകയുള്ളല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് അംഗീകരിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമാകുന്ന സപ്പോർട്ടുകളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നിടത്താണ് കാര്യങ്ങളുടെ വിജയമുള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ട രണ്ടാമത്തൊരു കാര്യം. മൂന്നാമത്തൊരു വിഷയം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതായത് മദ്രസ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ദീൻ പഠിപ്പിക്കലല്ല, ദീൻ പരിശീലിപ്പിക്കലാണ്. ഇപ്പോൾ നമ്മളെ മദ്രസയിലെ മുഅല്ലിമുകൾ കൊടുക്കുന്ന ട്രെയിനിങ് നോട്ടിൽ ദീനി വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതിൻ്റെ ഉത്തരം പറഞ്ഞു കൊടുത്ത് പറയുന്നത്, ഒരു കുട്ടിയെ മുസ്ലിമായി ജീവിക്കാൻ പരിശീലിപ്പിക്കുന്നതിന് മതവിദ്യാഭ്യാസം എന്ന് പറയുന്നു എന്നാണ്. പഠിപ്പിക്കുന്നതിന് എന്നല്ല, പരിശീലിപ്പിക്കുന്നതിന് എന്നാണ്. പഠിപ്പിക്കൽ ആവശ്യമാണ്, അത് സർട്ടിഫിക്കറ്റ് കിട്ടാനാണ്. സർട്ടിഫിക്കറ്റും ആവശ്യം തന്നെയാണ്, ആവശ്യമില്ലാത്ത സാധനമൊന്നുമല്ല. പഠിപ്പിച്ച് പരീക്ഷ എഴുതിയാലേ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. 5ാം ക്ലാസ് കഴിഞ്ഞ് പൊതുപരീക്ഷയിൽ പാസ്സായി ഒരു കുട്ടിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ പരീക്ഷയിൽ ജയിച്ചു, സർട്ടിഫിക്കറ്റ് കിട്ടിയെന്നുള്ളതൊക്കെ ശരിയാണ്. ഉദ്ദേശത്തിൽ 5ാം ക്ലാസ് പാസ്സായി എന്ന് പറയാൻ പറ്റണമെങ്കിൽ നിൽക്കാനാണ് തുടങ്ങണം. ആരും പറയാതെ, വാപ്പാൻ്റെ പ്രേരണ ഇല്ലാതെ, അമ്മാൻ്റെ പ്രേരണ ഇല്ലാതെ നിസ്കാരം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ 5ാം ക്ലാസ് പാസ്സായി എന്ന് പറയാം. 7ാം ക്ലാസ് പാസ്സായി എന്ന് ഉദ്ദേശാർത്ഥത്തിൽ പറയാൻ കഴിയണമെങ്കിൽ പലിശക്ക് പൈസ കൊടുക്കലും പലിശ വാങ്ങലും പലിശൻ്റെ ഇടപാടും ഓനാണ്ട് നിർത്തിയിട്ടുണ്ടെങ്കിൽ 7ാം ക്ലാസ് പാസ്സായി എന്ന് ഉദ്ദേശത്തിൽ പറയാൻ വേണ്ടി പറ്റും. അപ്പം മദ്രസ വിദ്യാഭ്യാസത്തിൻ്റെയും മതവിദ്യാഭ്യാസത്തിൻ്റെയും ഉദ്ദേശം പഠിപ്പിക്കലല്ല, പരിശീലിപ്പിക്കലാണ്. ഈ കാര്യം ജീവിതത്തിലാണ്ട് ഉണ്ടായിത്തീരലാണ്. കാര്യം ജീവിതത്തിൽ ഉണ്ടാവണമെങ്കിൽ വീട്ടിൽ അതിന് അനുകൂലമായ സാഹചര്യം ഉണ്ടായിരിക്കണം, അല്ലാതെ ഉണ്ടാവില്ല. പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ ആവശ്യമായ ഒരു സാഹചര്യം വീട്ടിലുണ്ടായിരിക്കണം. അപ്പോഴാണ് കാര്യം ശരി. അപ്പോൾ ഈ ഹാറൂർ റഷീദിൻ്റെ കഥ ഉണ്ട്. നമ്മളെ മദ്രസയിലെ കുട്ടികളൊക്കെ താരീഖിൽ അമീൻ മഹ്മൂൻ പറഞ്ഞിട്ട് 2 ആൾക്കാരുടെ താരീഖ് പറയുന്നുണ്ട്. ഹാറൂർ റഷീദിൻ്റെ 2 മക്കളാണ് അമീനും മഹ്മൂനും. അവരുടെ താരീഖ് പറയണത് എന്താ വെച്ചാൽ ഉസ്താദിൻ്റെ ചെരുപ്പ് എടുത്ത് വെച്ച് കൊടുക്കാൻ വേണ്ടി മത്സരിച്ചു, അങ്ങനെ വലിയ ആൾക്കാരായി എന്നതാണ് പറയുന്ന കാര്യം. അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. ഇവരുടെ വാപ്പ ഹാറൂൺ റഷീദ് ഒരു കല്യാണം കഴിച്ചു. അങ്ങനെ തൻ്റെ ഭാര്യയെ വീട്ടിലേക്ക് കൊടുന്നു. ഭാര്യ ആദ്യത്തെ ദിവസം തന്നെ പിണങ്ങിപ്പോവുകയാണ്, തെറ്റിപ്പോവുകയാണ്. അതിൽ ഭാര്യയോട് ചോദിച്ചു, എന്താ തെറ്റിപ്പോകാൻ കാരണം എന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഞാൻ ഓർമ്മ വെച്ച കാലം മുതൽ ഇതുവരെ സുബ്ഹിൻ്റെ ബാങ്ക് കേൾക്കാതിരുന്നിട്ടില്ല. ഇവിടെ വന്നതിന് ശേഷം ബാങ്ക് കേൾക്കണില്ല, അതുകൊണ്ട് ഞാൻ പോവുകയാണ് പറഞ്ഞു. ഹാറൂൺ റഷീദ് കൊട്ടാരത്തിൻ്റെ അടുത്തൊരു പള്ളി ഉണ്ടാക്കിയിട്ട് അതിലൊരു മുക്കിറിനെ നിയമിച്ച് ബാങ്ക് കൊടുക്കാൻ വേണ്ട ആളെ ഏർപ്പാട് ചെയ്തിട്ട് പെണ്ണുങ്ങളെ കൂട്ടിക്കൊടുന്നു എന്നാണ് താരീഖ്. നമ്മുടെ വീട്ടിൽ ബാങ്ക് കേൾക്കലുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ ശ്രദ്ധിക്കലുണ്ടോ? എന്നെല്ലാവർക്കും ഉള്ളൊരു പരാതിയാണ്, നിസ്കാരത്തിൽ ഖുശൂ കിട്ടണില്ല.
നിസ്കരിക്കാൻ വേണ്ടി തക്ബീർ കെട്ടിയാൽ അപ്പോൾ നമുക്ക് ഓരോ കണക്കൊക്കെ ഇങ്ങനെ ഓർമ്മ വരാൻ, അവിടുന്ന് ഇത്ര കിട്ടാണ്ട് ഇവിടെ ഇത്ര കൊടുക്കാണ്ട് എന്നൊക്കെ ഇങ്ങനെ ഓർമ്മ വരികയാണ്. നിസ്കാരത്തിൽ ഖുശൂ കിട്ടണില്ല. നിസ്കാരത്തിൽ ഖുശൂ കിട്ടണമെങ്കിൽ 2 കാര്യം നിർബന്ധമായും ചെയ്തിരിക്കണമെന്നാണ്. ഒന്ന്, കാമിലായ ഉളൂ ചെയ്തിരിക്കണം. 2, ബാങ്ക് മുഴുവനായും കേട്ടിരിക്കണം. അത് നിസ്കാരത്തിൽ ഖുശൂ കിട്ടാൻ നിർബന്ധമായ 2 നിബന്ധനകളാണ്. ഇന്ന് ബാങ്ക് നമ്മൾ പലപ്പോഴും കേൾക്കണില്ല. ബാങ്ക് ഇങ്ങനെ പള്ളിക്കന്ന് കേൾക്കുമ്പോൾ ബാങ്ക് കേൾക്കുകയാണ് എന്ന് പറഞ്ഞങ്ങാണ്ട് ആ വർത്താനാണ് നിർത്തിങ്ങാണ്ട് വേറെ വർത്താനം തുടങ്ങും. ഇപ്പം നമ്മളിങ്ങനെ പ്രസംഗിക്കണതിൻ്റെ ഇടയിൽ ബാങ്ക് കൊടുത്താൽ പ്രസംഗം നിർത്തും, എന്നിട്ട് വേറെ വർത്താനം തുടങ്ങും. ഇതാണ് പെരയിലും അങ്ങനെ തന്നെ സംഭവിക്കുന്നത്. അതിന് പകരം കുട്ടികളെ ശരിക്കും ബാങ്ക് കൊടുക്കുമ്പോൾ വർത്താനം പറഞ്ഞാൽ അത് ഈമാനിനെ ബാധിക്കുന്നതാണെന്നാണ് മുൻഗാമികൾ പഠിപ്പിച്ചിട്ടുള്ളത്. ബാങ്ക് എന്ന് പറഞ്ഞത് ഏറ്റവും വലിയ ദഅവത്താണല്ലോ. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ വസ്സലാത്തുൽ ഖായിമ ആതി മുഹമ്മദിനിൽ വസീല വൽ ഫളീല. കാമിലായ ദഅവത്താണ് ബാങ്ക് പറയുന്നത്. കാമിലായ ദഅവത്ത ബാങ്ക് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒരഭിപ്രായമുണ്ട്, ഏറ്റവും കൂടുതൽ പരിശീലനം ആവശ്യമുള്ളത് ബാങ്ക് കൊടുക്കുന്ന ആൾക്കാർക്കാണ് എന്നാണ്. കാരണം കാമിലായ ദഅവത്ത് നടത്താനുള്ള അവസരം അവർക്കാണുള്ളത്. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ, പരിപൂർണമായ ദഅവത്തിൻ്റെ ഉടമസ്ഥനായ അല്ലാഹുവേ. ഞാൻ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, ഈ വേദിയിലും പറയാണ്, നമ്മളെ പ്രദേശത്തുള്ള ജില്ലയിലൊക്കെ ഉള്ള മുഅദ്ദിനുകളെ ഒന്ന് സംഘടിപ്പിച്ചുകൊണ്ട് നല്ലൊരു പരിശീലനം കൊടുത്താൽ ഇസ്ലാമിക ദഅവ രംഗത്ത് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. കാരണം ബാങ്ക് വലിയൊരു ദഅവത്താണ്. നിസ്കരിക്കാൻ വിളിക്കുകയുള്ളൂ, അതിലേറെ വലിയ ദഅവത്ത് വേറെ എന്താ ഉള്ളത്? അതിൻ്റെ നിബന്ധനകളൊക്കെ പാലിച്ച്, അതിൻ്റെ ശുറൂത്തുകളൊക്കെ പാലിച്ച്, അതിൻ്റെ സുന്നത്തുകളും ആദാബുകളൊക്കെ പാലിച്ചിട്ട് ഒരു പ്രദേശത്ത് ബാങ്ക് കൊടുത്താൽ ആ ബാങ്കാണ്ട് കേട്ടാൽ അങ്ങോട്ടാണ്ട് പോകാൻ അറിയാതെ തോന്നണം. അതാണല്ലോ ബാങ്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള പരിശീലനങ്ങൾ ആവശ്യമാണ് എന്ന് സാന്ദർഭികമായി ഞാൻ പറയാൻ ഈ വേദി ഉപയോഗപ്പെടുത്തുകയാണ്. ഇത് പറയാൻ പറ്റിയ വേദിയാണ് എന്ന് ഞാൻ നിർബന്ധമായും മനസ്സിലാക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ബാങ്ക് കൊടുക്കുമ്പോഴുള്ള വീട്ടിലെ സമീപനം, അതാണ് ഞാൻ പറഞ്ഞത്. ബാങ്ക് കൊടുക്കുമ്പോഴുള്ള വീട്ടിലെ സമീപനം എന്താണ്? മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ വീട്ടിലുള്ള സമീപനം എന്താണ്? രാവിലെ എഴുന്നേൽക്കുന്നതുമായി ബന്ധപ്പെട്ട് വീട്ടിലെ സമീപനം എന്താണ്? ഇതൊക്കെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. പരിശീലനമാണ് ദീനി വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം. അത് പരിശീലനമാണെങ്കിൽ വീട് അതിലേക്ക് ചേരണം. ഇതിന് അനുബന്ധമായിട്ട് പറയേണ്ട ഒരു കാര്യമാണ് 4-ാമത്തേത്, അൽ ഉമ്മു ഹിയ അൽ മദ്രസത്തുൽ ഊല എന്നത്. അൽ ഉമ്മു, ഉമ്മ, ഹിയ അൽ മദ്രസത്തുൽ ഊല, ഉമ്മയാണ് 1-ാമത്തെ മദ്രസ എന്നാണ് അതിൻ്റെ നേർക്ക് നേരുള്ള അർത്ഥം. അൽ ഊല എന്നുള്ളതിന് വേറൊരു അർത്ഥം കൂടിയുണ്ട്, അള്ളാഹു തആല എന്നർത്ഥമുണ്ട് അൽ ഊല എന്നുള്ളതിന്. ഉമ്മയാണ് അള്ളാഹുവിനെ പഠിപ്പിക്കുന്നത് എന്നാണ്. ഇതിപ്പോൾ അമ്മമാരോട് പറയേണ്ടതാണ്, പക്ഷെ നമുക്ക് വാപ്പാരെയാണ് കിട്ടുന്നത്, അതുകൊണ്ട് വാപ്പാരോട് പറയാം. ഉമ്മ 1-ാമത്തെ മദ്രസ എന്നുള്ളതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഉമ്മ പഠിപ്പിക്കുന്ന വിജ്ഞാനങ്ങളാണ് ജീവിതത്തിൽ ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കുക എന്നാണ്. ഇപ്പം നമ്മൾക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയും, പക്ഷെ നമ്മൾ അറിയെങ്കിലും തിന്നുമ്പോൾ മറക്കും. തുമ്മുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയണമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമെങ്കിലും തുമ്മിയപ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയാൻ മറന്നിട്ടുണ്ടാവും. എന്നാൽ തുണി എടുക്കാൻ മറക്കൂലല്ലോ. നമ്മൾ ഉറക്കത്തു നിന്ന് നീച്ചിട്ട് എവിടേക്കെങ്കിലും മണ്ടുകയാണെങ്കിലും തുണി എടുത്തുങ്ങാണ്ട് വേഗം മണ്ട് ചെയ്യുക. പിരാന്തനായാൽ വരെ തുണി എടുക്കും. പാൻറ് ഇട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ മുന്നും പിന്നൊക്കെ കീറിയിട്ടുണ്ടാവും, എന്നാലും അവൻ ആ സാധനം ഇടും. എന്തുകൊണ്ടാണ് ബിസ്മി മറക്കുന്നു, അൽഹംദുലില്ലാ മറക്കുന്നു, തുണി എടുക്കാൻ മറക്കുന്നില്ല? ഇതിൻ്റെ കാരണം, എന്തിനാണ് വസ്ത്രം ധരിക്കുന്നത് എന്നറിയാത്ത ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഉമ്മ നമ്മളെ പരിശീലിപ്പിച്ചതാണ് എന്നതാണ് അതൊരിക്കലും ജീവിതത്തിൽ മറന്നു പോകാത്തതിൻ്റെ കാരണം. ബിസ്മി മറക്കാതിരിക്കണമെങ്കിൽ ഉമ്മ ഒരു കാര്യം ചെയ്യണം. മുല നൽകുന്ന സമയം മുതൽ ജീവിതത്തിൽ എപ്പോൾ ഭക്ഷണം നൽകുകയാണെങ്കിലും അപ്പോഴെല്ലാം കുട്ടി കേൾക്കുന്ന തരത്തിൽ ഉറക്ക ബിസ്മി ചൊല്ലിക്കൊണ്ട് ഭക്ഷണം കൊടുക്കുന്ന ഒരു രീതിയെ ഉണ്ടാക്കിയെടുത്തെങ്കിൽ മാത്രമാണ് മനുഷ്യന് നേട്ടമുണ്ടാകുക. അതുകൊണ്ട് അൽ ഉമ്മു ഹിയ അൽ മദ്രസത്തുൽ ഊല. നമുക്ക് എന്തൊക്കെ വിഷയത്തിൽ സംശയം തോന്നിയാലും അല്ലാഹ് ഉണ്ട് എന്നുള്ളതിൽ സംശയം തോന്നാത്തതിന് ഒരേ ഒരു കാരണം മാത്രമാണുള്ളത്, ഉമ്മ പറഞ്ഞു എന്നതാണ് അള്ളാഹുവിനെ എന്നതാണ് കാരണം. അപ്പം ഉമ്മ പറയുന്ന ഒരു വിഷയത്തിനും തെളിവ് വേണ്ടി വരൂല എന്നതാണ് ജീവിതത്തിലെ വലിയൊരു സന്ദേശം. അതുകൊണ്ട്
എല്ലാ കാര്യങ്ങളും ഉമ്മ പറഞ്ഞു കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക എന്നുള്ളതാണ് നാലാമത്തത്. അഞ്ചാമത്തെ കാര്യം അതിൻ്റെ അനുബന്ധമായ മറ്റൊരു കാര്യമാണ്, വാപ്പാൻ്റെ സ്വകാര്യമാണ് മക്കൾ എന്നതാണ്. അൽ വലതു സിറു അബീഹി എന്നതാണ് അഞ്ചാമത്തെ കാര്യം. പിതാവിൻ്റെ വാപ്പാൻ്റെ സ്വകാര്യമാണ് മക്കൾ എന്ന് പറയുന്നത്. വാപ്പ സ്വകാര്യത്തിൽ ചെയ്യുന്നത് പരസ്യമായി ചെയ്യുന്നവരാണ് മക്കൾ. നല്ലൊരു ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. നമ്മളെ കുട്ടിക്ക് 7ാം ക്ലാസ് പരീക്ഷ പാസ്സായിട്ട് ഫസ്റ്റ് ക്ലാസ് കിട്ടിയിട്ട് റബീഉൽ അവ്വൽ 12-ന് മദ്രസയിലെ കുട്ടികളുടെ കലാപരിപാടിയിൽ വെച്ചുകൊണ്ട് സമ്മാനം കിട്ടുകയാണ്. അപ്പോൾ നമ്മളെ കുട്ടിയുടെ പേരിങ്ങനെ വായിച്ചു, വാപ്പാൻ്റെ പേരൊക്കെ ഇങ്ങനെ വായിച്ച് സദറുസ്താവ് വായിച്ചപ്പോൾ കുട്ടി ഇങ്ങനെ സ്റ്റേജിലേക്ക് പോകുമ്പോൾ വാപ്പ അതിൻ്റെ വീഡിയോ ഇങ്ങനെ എടുക്കും. അങ്ങനെ സമ്മാനം വാങ്ങണതിൻ്റെ വീഡിയോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യും. തൊട്ടടുത്ത് നിൽക്കുന്ന ആളോട് പറയും, ഇൻ്റെ ചെറുക്കനാണ് ആ വാങ്ങണത്, ഓ അല്ലെങ്കിലും ഇൻ്റെ മാതിരി വളരെ ഉഷാറാണ്, ഓൻ്റെ പെങ്ങളും അങ്ങനെ തന്നെയായിരുന്നു, ഓൻ്റെ ഉമ്മ അങ്ങനെ തന്നെയാണ്, എൻ്റെ വാപ്പി അങ്ങനെ തന്നെയാണ്, ഞങ്ങൾ പാരമ്പര്യമായിട്ട് ഇങ്ങനെയാണ് എന്നൊക്കെയാണ് പറയുക അടുത്തിരിക്കുന്ന ആളോട്. ഇതേ കുട്ടി ഈ റബീഉൽ അവ്വൽ 12-ന് സ്റ്റേജിന്മ കയറി സമ്മാനം വാങ്ങിയ അതേ കുട്ടി കുരുത്തക്കേട് കാട്ടിയിട്ട് അങ്ങാടിയിൽ നിന്ന് ആൾക്കാരടുത്ത് നിന്ന് അടി കിട്ടിയാൽ വാപ്പ പറയും, ഓൻ്റെ കൂട്ടുകാരൊക്കെ മോശമായതുകൊണ്ടാണ്. അല്ല, എൻ്റെ ചെറുക്കനായതുകൊണ്ട് തന്നെയാണ്. റബീഉൽ അവ്വൽ 12-ന് സമ്മാനം വാങ്ങിയത് എൻ്റെ ചെറുക്കനായതുകൊണ്ടല്ലേ? എന്നാലേ ആൾക്കാരൊന്ന് പേരടിക്ക് നോക്കിയിട്ട് അടി കിട്ടിയതും എൻ്റെ ചെറുക്കനായതുകൊണ്ട് തന്നെയാണ്. അതാണ് അൽ വലതു സിറു അബീഹി, മക്കൾ മാതാപിതാക്കളുടെ സ്വകാര്യമാകുന്നു എന്ന് പറഞ്ഞത്. വാപ്പാൻ്റെ രഹസ്യത്തെ മക്കൾ പരസ്യമാക്കും.